ഇന്നത്തെ കേക്ക് ഗേൾസിനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു തീം കേക്കാണ് കേട്ടോ. വാനിലയാണ് കേട്ടോ അവർ ചൂസ് ചെയ്തിട്ടുള്ള ഫ്ലേവർ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട വെച്ച് ഒരു വാനില സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഐസിങ് ചെയ്ത് തുടങ്ങുകയാണ്. സാധാരണ വാനിലയിൽ വേറെ ഫില്ലിങ്സ് ഒന്നും കൊടുക്കില്ല. പക്ഷേ ഞാനിത് ഇപ്പോഴും ഇടയ്ക്കായിട്ട് ചെയ്യുന്ന കേക്കുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കേക്കിൻ്റെ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗേൾ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അത് വരച്ച് തന്നെ ക്രീമിൽ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പ്രത്യേക ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ ഗേളിൻ്റെ കയ്യിൽ ബലൂണും കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് ആ ബലൂണിൽ ഏജും കൂടെ കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവർ തന്ന കണക്ക് ആ ഡിസൈന് ഞാനിത് വരച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വരയ്ക്കാൻ കഴിവൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ടൂത്ത് പിക്കിൽ വെച്ച് എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചങ്ങ് വരച്ചതാണ് കേട്ടോ. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് വരച്ചതിൻ്റെ പുറത്തുകൂടി പൈപ്പിംഗ് ബാഗിലാക്കിയ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഗേളിനെ വരച്ചെടുക്കുന്നുണ്ട്. റോസ് പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉടുപ്പിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താണ് കേട്ടോ നമ്മൾ ഡോട്ടിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള തന്നെ അതിൻ്റെ ഏജ് നമ്മൾ ആ ബലൂണിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.